വാമൊഴി ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്നും പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറുപ്പില്ല കളരി. ചിലയിടങ്ങളിൽ കുറുപ്പില്ല കളരിക്ക് വരെ നാഥനില്ല കളരി എന്നും പറയാറുണ്ട്. അതായത് അലങ്കോലമായ സംഘടനാ സംവിധാനത്തിനെയാണ് നമ്മളിത് പറയാറ്. നേതൃത്വത്തിൻ്റെ പിടിപാട് മോശമാകുമ്പോഴും നേതൃത്വത്തിന് കഴിവില്ലായ്മ സംഭവിക്കുമ്പോഴും നാഥനില്ല കളരിയായി സംഘടന അലങ്കോലമായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കുറുപ്പില്ല കളരി എന്നൊക്കെ പറയുക. നാഥനില്ല കളരി എന്നും പറയും. ഈ കുറുപ്പില്ല കളരി എന്ന പേരിലൊരു പുസ്തകമുണ്ട്. നമ്മുടെ CV രാമൻപിള്ള എഴുതിയ ഒരു പ്രഹസനത്തിൻ്റെ പേരാണ് കുറുപ്പില്ല കളരി. അപ്പോൾ നമ്മളിവിടെ ഈ കുറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കാകെ അറിയാവുന്ന കുറുപ്പ് എന്ന് പറയുന്നത് ഒരു സമുദായത്തിലെ സ്ഥാനപ്പേരായിട്ടാണ്. നായർ സമുദായത്തിലെ സ്ഥാനപ്പേരാണ് നമ്മൾ കുറുപ്പ് എന്ന നിലയിൽ ഇന്ന് അറിയപ്പെടുന്നത്. ഈ കുറുപ്പ് ഈ സവർണ സമൂഹത്തിന് മാത്രമല്ല, ജാതിയിൽ താഴ്ന്നവർക്കും കുറുപ്പ് എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് പിച്ചനാട്ട് കുറുപ്പ്. മധ്യ കേരളത്തിൽ പിച്ചനാട്ട് കുറുപ്പ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഭദ്രകാളി പൂജയൊക്കെ നടത്തുന്ന ആളുകളാണ്, ചില മന്ത്രവാദ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്, ജാതിയിൽ കുറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഈഴവർ ഇവരെ അടുപ്പിച്ചിരുന്നത്. ഈഴവരെക്കാളും താഴ്ന്നവരായിട്ടാണ് ഈ പിച്ചനാട്ട് കുറുപ്പന്മാരെ കണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ സുവർണ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന നാരായണ ഗുരു അവിടെ എത്തുന്നത്. ചങ്ങനാശ്ശേരി അവിടെ എത്തിയപ്പോൾ പിച്ചനാട്ട് കുറുപ്പന്മാരിലെ ഒരാൾ ഒരു പരാതിയുമായി ഗുരുവിൻ്റെ മുമ്പിലെത്തി. പരാതി ഇതാണ്: ഗുരുവേ, ഞങ്ങൾ പിച്ചനാട്ട് കുറുപ്പന്മാരാണ്. ഞങ്ങളുടെ ജോലി ഈ അവർണ ദേവതകളെ പൂജിക്കലും മന്ത്രവാദവും ഒക്കെയാണ്. ഞങ്ങളെ ഒരു ജാതിയിലും ആരും ഉൾപ്പെടുത്തുന്നില്ല. ഈഴവർ ഞങ്ങളെ അകറ്റി നിർത്തുന്നു. അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇതാണ് ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച നിർദ്ദേശം. അപ്പോൾ ഗുരു ചോദിച്ചു, വളരെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഈഴവനാകാമോ? ഉടൻ തന്നെ പരാതിക്കാരി പറഞ്ഞു, ഞങ്ങളാകാം. ഉടൻ തന്നെ ഗുരു അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഉത്തരവിറക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളിലെ കുറുപ്പ് പോയിരിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ ചെത്താത്ത ഈഴവർ എന്നറിയപ്പെടും എന്ന് ഒരു എഴുതി കൊടുത്തു അദ്ദേഹം. അങ്ങനെ ഇവരെ ഈഴവ സമുദായത്തിലേക്ക് നമ്മുടെ ആധുനിക ഭാഷ റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഗുരു ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ ഈഴവരായിരിക്കും, ചെത്താത്ത ഈഴവർ എന്നാണ് അദ്ദേഹം അതിന് അവസാനം എഴുതിയത്. അതായത് ചെത്ത് തൊഴിലായി സ്വീകരിക്കാത്ത ഈഴവരായി നിങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പിച്ചനാട്ട് കുറുപ്പന്മാരാണെങ്കിലും അവരെ ജാതിയിൽ കുറഞ്ഞവരായി പരിഗണിച്ചിരുന്നു. അവരുടെ പേരിനോടൊപ്പം കുറുപ്പ് ചേർക്കാനുള്ള അവകാശം അവർക്കില്ലായിരുന്നു. മറിച്ച് കളരി നടത്തിയിരുന്ന നായർ സമുദായത്തിലെ കളരി നടത്തിയിരുന്ന ആളുകൾ, ആ കളരിയുടെ അധിപതിയായിരുന്ന ആളുകളാണ് കുറുപ്പന്മാർ. ആ കുറുപ്പന്മാർ അവരുടെ പേരിനോടൊപ്പം പാരമ്പര്യമായി തന്നെ കുറുപ്പ് എന്നുള്ള പേര്, സ്ഥാനപ്പേര് ഉപയോഗിച്ചു വന്നിരുന്നു. അപ്പോൾ ഒരു ലീഡർ എന്ന് സാമാന്യാർത്ഥമുള്ള കുറുപ്പ് എന്ന പദം ജാതി അനുസരിച്ചാണ് പ്രയോഗിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജാതിയിൽ താഴ്ന്നവരാണ് എങ്കിൽ അവർക്ക് കുറുപ്പ് അവകാശം, കുറുപ്പ് എന്ന സ്ഥാനപ്പേര് വെക്കാൻ പിച്ചനാട്ട് കുറുപ്പന്മാരെ പോലെയുള്ള, ഈഴവ കുറുപ്പന്മാരെ പോലെയുള്ള, അതായത് ഈഴവർ കളരി നടത്തിയിരുന്നു എങ്കിൽ ആ നടത്തിയിരുന്ന കാലത്ത് അതിൻ്റെ തലത്തൊട്ടപ്പന്മാരെയും വിളിച്ചിരുന്നത് കുറുപ്പ് എന്ന്. അത് ഈഴവ കുറുപ്പ് എന്ന് പറഞ്ഞിരുന്നു. പിച്ചനാട്ട് കുറുപ്പ് എന്ന് ഈ പൂജാരിമാരെ, അവർണ പൂജാരിമാരെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ പേരിനോടൊപ്പം കുറുപ്പ് എന്ന സ്ഥാനപ്പേര് വെക്കാൻ അവകാശമില്ലായിരുന്നു. മറിച്ച് നായർ മുതൽ മുകളിലോട്ടുള്ള ആളുകൾ, കളരികൾ നടത്തിയിരുന്ന ആളുകൾ, അവരുടെ പേരിനോടൊപ്പം കുറുപ്പ് എന്ന പേര് ഒരു സ്ഥാനപ്പേരായി ചേർക്കുകയും കളരികൾ അന്യം നിന്ന് പോയതിന് ശേഷവും ആ കുടുംബക്കാർ പാരമ്പര്യമായി തന്നെ കുറുപ്പ് എന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ച്
വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പേരിൽ പോലും ജാതി അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു നൂറ്റാണ്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞു പോയത്. ഇപ്പോഴും അപൂർവം ചിലർ പേരിനോടൊപ്പം കുറുപ്പ് ആധുനികമായി ഉപയോഗിച്ച് വരുന്നുണ്ട് എങ്കിലും കുറുപ്പിൻ്റെ പിന്നിൽ ഇത്തരം ഒരു കഥയുണ്ട്. കുറുപ്പിന് ലീഡർ എന്നാണ് അതിൻ്റെ പ്രാചീന അർത്ഥം. ആ കുറുപ്പ് എന്ന് പറയുന്നത് കളരി നടത്തിയിരുന്ന ആളുകളുടെ പേരിനും പൂജ നടത്തിയിരുന്ന ആളുകളുടെ തൊട്ടപ്പന്മാർക്കുമാണ് ഈ കുറുപ്പ് എന്ന പദം ഉണ്ടായിരുന്നത്. ഈ കുറുപ്പ് എന്ന പദം പിൽക്കാലത്ത് സ്ഥാനപ്പേരായി പാരമ്പര്യമായി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു 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 മൊഴി വിശേഷമാണ് കുറുപ്പില്ല കളരി. ഈ കുറുപ്പില്ല കളരിയുടെ പരിഷ്കൃത രൂപമാണ് നാഥനില്ല കളരി. വാമൊഴിയിലും വരമൊഴിയിലും മാറി മാറി ഉപയോഗിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് കുറുപ്പില്ല കളരിയും നാഥനില്ല കളരിയും. അർത്ഥം രണ്ടിനും ഒന്ന് തന്നെയാണ്. കുറുപ്പിൻ്റെ അർത്ഥം നാഥൻ അഥവാ ലീഡർ എന്ന് തന്നെ വ്യക്തമായി നമുക്ക് ബോധ്യം വരും.